ഹലോ എവരിബഡി, എല്ലാവർക്കും ക്രിസ്റ്റൽ എഡ്യൂഹബിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് UGC നെറ്റിന്റെ മാത്ത് ആൻഡ് റീസണിങ്ങിന്റെ ക്ലാസ് ആണ്. നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. മാത്ത് റൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ സെക്കൻഡ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ഇത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. പക്ഷെ കണ്ടിന്യൂ ആയിട്ടല്ല, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ അത് കണ്ടിട്ടില്ല ചേച്ചി, ഇത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതല്ല. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഓരോ രീതിയിൽ ഓരോ ടോപ്പിക് വൈസ് ആണ് ചെയ്യുന്നത്. സോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ആർ 19 and 7 റെസ്പെക്റ്റീവ്ലി. വാട്ട് ഈസ് ദ സം ഓഫ് ദർ സ്ക്വയേഴ്സ്? ഇത് ഒരുവിധം എല്ലാ എക്സാംസിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ നെറ്റിന്റെ പ്രീവിയസ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊന്ന് നോക്കിയ സമയത്ത് ഇതന്നെ റിപ്പീറ്റ്ലി നമ്പേഴ്സ് മാറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ തരുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം സം ആൻഡ് ഡിഫറൻസ്. നമ്മളോട് പറഞ്ഞ ആദ്യത്തെ ആ ഒരു ഇത് പറഞ്ഞിട്ടുള്ളത് സമ്മും ഡിഫറൻസും 19 7 ആണ്. അപ്പൊ സം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ രണ്ട് നമ്പർ എടുക്കുകയാണെങ്കിൽ x plus 7 equal to 19 and x minus y is equal to 7 എന്നാണ്. അപ്പോൾ സം എന്ന് പറയുമ്പോൾ x plus y is equal to 19 ഡിഫറൻസ് എന്ന് പറയുമ്പോൾ x minus y is equal to 7. ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ് ഒരു നമ്പറും വൈ ഒരു നമ്പറും ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഇത് ഒരു ഇക്വേഷൻ ആയിട്ടും ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ടും എടുത്ത് നമ്മൾ ഏതെങ്കിലും ഒന്ന് കാണാം. ഒന്നെങ്കിൽ എക്സിന്റെ വാല്യൂ കാണാം, അല്ലെങ്കിൽ വൈന്റെ വാല്യൂ ആക്കാം. കുറച്ച് ഈസി ആയിട്ട് നമ്മൾ എക്സിന്റെ വാല്യൂ കാണാം. രണ്ടിനെയും ഒന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് ഇതും കട്ട് ചെയ്ത് ഓൾറെഡി പോകും, അറിയാലോ. പ്ലസും മൈനസും വരുന്ന സമയത്ത് നമ്മൾ അവിടെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് കിട്ടുന്നത്? 2x. നിങ്ങൾക്ക് തരുന്ന വാല്യൂല് ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആവുമ്പോൾ നമുക്ക് എക്സ് വൈ ഓൾറെഡി ഇതുപോലെ ഇക്വേഷൻ ഇട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോകും. കാരണം ഒരു പ്ലസും മൈനസും വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴും കട്ട് ചെയ്ത് പോകും. സോ നമ്മൾ ഇവിടെ കിട്ടും 2x, ഇവിടെ കിട്ടും 26 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു നമുക്ക് 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 13 എന്ന് കിട്ടും. ഓക്കെ, 13 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? എക്സിന്റെ വാല്യൂ കണ്ടു. ഇനി നമുക്ക് കാണേണ്ടത് വൈയുടെ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ 1 അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എക്സിന്റെ വാല്യൂ 13 പ്ലസ് വൈ ഈക്വൽ ടു 19 എന്ന് കിട്ടും. സോ നമുക്ക് y ഈക്വൽ ടു ഈ 19 മൈനസ് 13 എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂവും കിട്ടി, വൈയുടെ വാല്യൂവും കിട്ടി. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താ? ഇവരുടെ സമ്മിന്റെ സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സമ്മിന്റെ സ്ക്വയർ കാണുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എന്താ ചെയ്യാം? ഇതിന്റെ രണ്ടിന്റെയും സ്ക്വയർ കണ്ടിട്ട് അത് സമ്മ് ചെയ്താൽ പോരെ. അപ്പൊ 13ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 169ഉം 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 എന്നാണ്. അപ്പൊ ഇത് രണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുക? ഇവിടെ 5 എന്ന് കിട്ടും. ആൻഡ് ഓൾസോ 0 2. അപ്പോ ഓപ്ഷൻ 3 2.5 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ റീസെന്റിൽ എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഒന്നിന്റെ വാല്യൂ കാണാൻ പറയുകയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലും ഒന്നിനെ നമ്മൾ 0 ആക്കുന്ന രൂപത്തിലോട്ട് മാറ്റാം. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് പറ്റത്തില്ല. ഇപ്പൊ വൈന് 0 ആക്കുമ്പോൾ എക്സിന് നമുക്ക് അവിടെ വാല്യൂ കിട്ടും. എന്നിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും. അപ്പൊ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട ആൻസർ ചെയ്യാനും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഡയറക്ഷനില് റീസണിങ്ങിൽ വരുന്ന ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് ചോദിക്കലുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എ പോലീസ്മാൻ ഗോസ് 20 meter towards south and then turn to his right 40 meter. He again turns to his left and walks 10 meters. How far is he now from his starting point? അതായത് ഒരു പോലീസുമാൻ ഒരു കള്ളന്റെ പിന്നാലെ ഓടുകയായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ഈ ഒരു ഇത് മനസ്സിലായിരിക്കണം. അതായത് ഇവിടെ നോർത്ത്, സൗത്ത്, വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് എന്നുള്ള ആ ഒരു
നമ്മുടെ ആ ഒരു ഡയറക്ഷന്റെ ഇത് നമ്മുടെ മൈൻഡിലോട്ട് വരണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് പോകരുത്. സോ നമ്മോട് പറയാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ട് പോലീസ്മാൻ 20 മീറ്റർ സൗത്തിലോട്ട് പോയി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഏത് ഭാഗത്തോട്ടാണ് പോയത് ആ ഭാഗത്തോട്ട് ഇങ്ങനെ എഴുതി വെക്കണം. അത് സൗത്ത് എന്ന് പറയുമ്പോൾ താഴത്തോട്ടല്ലേ, അപ്പൊ താഴത്തോട്ടാണ് വരച്ചു കൊടുക്കുക. എത്രയാണ് പോയിട്ടുള്ളത്? 20 മീറ്റർ പോയിട്ടുണ്ട്. താഴത്തോട്ട് എത്ര പോയത്? 20 മീറ്റർ. എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ റൈറ്റിലോട്ട് തിരിഞ്ഞു എന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ റൈറ്റിലോട്ട് തിരിഞ്ഞു, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്താ ചെയ്യാം? ഒന്നുകിൽ നമ്മുടെ കൈ ഇങ്ങനെ തിരിച്ചു വെക്കുക, അല്ലെങ്കിൽ നമ്മളെ തിരിച്ചു വെക്കുക. നമ്മുടെ ഭാഗം റൈറ്റ് ലെഫ്റ്റ് നോക്കിക്കാണ്ട് നമ്മൾ അതിനനുസരിച്ച് എഴുതി. അത് നമ്മൾ എക്സാം ഹാളിൽ എത്രത്തോളം പോസിബിൾ ആവും നിങ്ങൾക്ക് അറിയാലോ. സോ അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആണ് നമ്മുടെ റൈറ്റ് തിരിയുക. റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ഇപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അറിയാലോ, ഇങ്ങനെയാണ് ക്ലോക്ക് തിരിയുക, അങ്ങനെ തിരിയാം. അതാണ് റൈറ്റിലോട്ട് വരുന്നത്. ഇനി ലെഫ്റ്റ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞാൽ മതി. അപ്പൊ റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയാം, ലെഫ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ തിരിയേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് നമുക്കറിയാലോ ക്ലോക്ക് എങ്ങനെയാണോ തിരിയുന്നത് അതാണ് ക്ലോക്ക് വൈസും, അതിന് ഓപ്പോസിറ്റ് തിരിയുന്നതാണ് ആന്റി ക്ലോക്ക് വൈസും. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട് റൈറ്റിലോട്ട് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കുക, 40 മീറ്റർ എന്ന് കിട്ടി. ദെൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അഗെയിൻ ലെഫ്റ്റിലോട്ട്. ഇതിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെയാണല്ലോ വരിക. അപ്പൊ അതിന്റെ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ താഴത്തോട്ട് 10. ഇനി ചോദിച്ചിട്ടുള്ളത് എന്താ? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈ പോയിന്റിലോട്ടുള്ള ആ ഒരു എത്ര ദൂരം ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഡയറക്ഷനില് ദൂരം ചോദിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഒരു തിയറി, പൈതഗോറസ് തിയറി. ആ തിയറി അല്ലാതെ ഇതിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിലോട്ട് തിരിയും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മോട് ചോദിക്കുകയാണ്, ഇത്ര ദൂരം ചോദിക്കുമ്പോൾ അവിടെ എപ്പോഴും പൈതഗോറസ് തിയറി യൂസ് ചെയ്യുള്ളൂ, വേറെ തിയറിയോ കാര്യങ്ങളോ യൂസ് ചെയ്യില്ല. സോ നമ്മൾ എന്താണ് ഇതിനെ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളോട്ട് മാറ്റിയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ ശരിക്കുള്ളത്. കാരണം ഇത് 10 സെയിം തന്നെ വരുന്നത്. ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കില്ല. ഈ ദൂരമാണ് 40. ഇവിടെ 10, ഇവിടെ ടോട്ടൽ നമ്മൾ 30 ആയിട്ട് കൂട്ടുന്നു, ഇവിടെ 40 ആയിട്ട് കൂട്ടുന്നു. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇതാണ് എൻഡിങ് പോയിന്റ് കണ്ടിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ടുള്ള ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. പൈതഗോറസ് തിയറി അറിയാലോ, എന്താണ്? പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇവിടെ എച്ച് ആണ് നമുക്ക് കാണേണ്ടത്. അത് പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എന്താണ് പി സ്ക്വയർ എന്ന് പറയുന്നത്? പി സ്ക്വയർ എന്ന് പറയുന്നത് 30 സ്ക്വയർ പ്ലസ് ബേസ് എന്ന് പറയുന്നത് 40 സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടി 30 സ്ക്വയർ എന്ന് പറയുന്നത് 900 പ്ലസ് 40 സ്ക്വയർ എന്ന് പറയുന്നത് 1600 ആണ്. അപ്പൊ നമുക്ക് ടോട്ടല് 2500 കിട്ടും. 2500 എന്ന് പറയുന്നത് 2500 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ്? 15ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് കിട്ടി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലോട്ടുള്ള ആ ദൂരം എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. അപ്പോ ഇത് നമ്മൾ എപ്പോഴും മൈൻഡിലോട്ട് വരക്കണം. കാരണം ഡയറക്ഷനിൽ നിങ്ങളോട് ഒരു ദൂരം ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ കണ്ടാ അറിയാലോ, ഓപ്ഷനിൽ ഇങ്ങനെ നമ്പേഴ്സ് ആണ് തരുന്നെങ്കിലും ഒബ്വിയസ്ലി അവിടെ പൈതഗോറസ് തിയറി ആയിരിക്കും അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കുന്ന സമയത്ത്, ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇത് വരക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു റൈറ്റ് ആംഗിളിന്റെ ഒരു ഷേപ്പിൽ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് അതിലോട്ടേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എങ്ങനെയായാലും നമ്മൾ പൈതഗോറസ് തിയറി ആയിരിക്കും അപ്ലൈ ചെയ്യുക. അപ്പൊ ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അതിനെ മാറ്റാൻ പറ്റും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ട്രെയിൻ, ഇത് നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ. ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ ഞാനിപ്പോ 2-3 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യും. കാരണം കുറച്ചുകൂടി കുട്ടികൾക്ക് ടഫ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്തൊരു ഏരിയ ആണ്. സോ 2-3 ക്വസ്റ്റ്യൻ ഇനിയുള്ള സീരീസിലൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ ട്രെയിൻ മൂവിംഗ് അറ്റ് സ്പീഡ് ഓഫ് 63 km/h enters a railway station and crosses the platform in 20 seconds. If the length of the train is in 100 meter,
വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം. ഇത് ഇത്രയേ ഉള്ളൂ. സ്പീഡ് ഇതാണ് 63 കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ സ്പീഡ് വരുന്നത്. അതെങ്ങനെയാണ് അതിന്റെ ഒരു ടൈം ക്രോസ് ചെയ്യുന്ന ടൈം എടുക്കുന്നത് 20 സെക്കൻഡ് ആണ് ക്രോസ് ചെയ്യുന്ന ടൈം എടുക്കുന്നത്. സോ നമുക്ക് ഈ ട്രെയിനിന്റെ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. 100. നമുക്ക് എന്താ കിട്ടേണ്ടത്? പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആണ് കിട്ടേണ്ടത്. സോ ഇതില് നമുക്ക് ഈ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന്റെ ഡിസ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ കിട്ടണം. ഒന്ന്, നമുക്ക് ട്രെയിനിന്റെ ലെങ്ത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത കിട്ടുന്നത് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ? പ്ലാറ്റ്ഫോം പ്ലസ് 100 എന്ന് കൊടുക്കാം. ഇതാണ് നമുക്ക് ശരിക്കും ആ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതിന്റെ ആ ഒരു കംപ്ലീറ്റ് പ്ലാറ്റ്ഫോം ലെങ്ത് ആൻഡ് ട്രെയിൻ ലെങ്ത് 100 ആയതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് എന്താണ് ഇതാക്കേണ്ടത്? ഈ 63 കിലോമീറ്റർ പെർ ഹവർ ആണ്. അതിനെ നമുക്ക് എന്താണ് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. ഈ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുന്ന സമയത്ത് നമ്മൾ എന്താണ് 5/18 ആണ് കൊടുക്കുന്നത്. മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്താണ് 5/18 അവിടെ ചേഞ്ച് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിനെ ഒന്ന് മാറ്റുന്ന സമയത്ത് ഒരു 9 വെച്ചിട്ട് നോക്കാം. 9 വെച്ച് നോക്കുമ്പോൾ ഇവിടെ 7 കിട്ടും, ഇവിടെ 2 എന്ന് കിട്ടും. അപ്പൊ 35/2 എന്നാണ് ഇവിടെ കിട്ടുക. 35/2 എന്നാണ് കിട്ടുക. സെയിം കേസിൽ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? 35/2 നമുക്ക് കിട്ടും. ഇനി അടുത്ത എന്താ ഇക്വേഷൻ എന്താ നോക്കണം. ഇക്വേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. നമ്മൾ വല്ലാതെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡിസ്റ്റൻസ് കാണുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ് കാണാനുള്ളത്. അപ്പോ നമ്മൾ എന്താ സ്പീഡ് നമുക്ക് കിട്ടി 35/2 എന്ന് കിട്ടി. ടൈം എന്താണ് 20 എന്നാണ്. അപ്പോ ഇവിടെ എന്താ കിട്ടുക? 700/2 എന്നാണ്. 700/2 എന്ന് പറയുമ്പോൾ 350 എന്നാണ് ആൻസർ കിട്ടുക. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ട്രെയിനിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പൊ 63നെ ഈ കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റേണ്ടതാണ്. നമ്മൾ എന്താ 5/18 കാണാം. മീറ്ററിനെ കിലോമീറ്റർ പെർ സെക്കൻഡ് ഹവറിലോട്ട് മാറ്റുന്നതാണ് 18/5 എന്ന് പറയുന്നത്. അത് രണ്ടും നിങ്ങളെ മൈൻഡിൽ വേണം. അപ്പൊ 63 നമ്മൾ മാറ്റുമ്പോൾ 35/2 എന്ന് കിട്ടും. നോർമൽ ഡിസ്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം. അപ്പൊ 35/2 × 20. നമ്മൾ ഈ സെക്കൻഡിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ സെക്കൻഡിലോട്ട് മാറ്റുന്നു. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതേമാതിരി നമ്മൾ ഇതിനെ സെക്കൻഡിലോട്ട് മാറ്റാറ്. ഇതിൽ ഓൾറെഡി സെക്കൻഡ് ആയതുകൊണ്ട് നമ്മൾ മാറ്റുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് 350 എന്ന ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ആണ്. ഒരു പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി കിട്ടി. എന്താണ് 350 എന്ന് കിട്ടി. പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് നമുക്ക് അറിയില്ല. പിന്നെ 100 എന്ന് ട്രെയിനിന്റെ ലെങ്ത്തും കിട്ടി. അപ്പൊ ഇതിനിങ്ങോട്ട് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിന്റെ ആ ഒരു ലെങ്ത് നമുക്ക് കിട്ടി. കാരണം 350ൽ നിന്നും 100 നമ്മൾ കുറക്കുന്ന സമയത്ത് 250 എന്ന ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ. ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് മനസ്സിലാവാത്തതിനെ ഒന്ന് റിപ്പീറ്റഡ് മോഡിൽ കണ്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 1 മിനിറ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ട്രെയിനിന്റെ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എ ട്രെയിൻ ഓഫ് ലെങ്ത് 242 meter is running at 54 km/h. In how much time will it cross a bridge of length 438 meter എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 3 ഇൻഫർമേഷൻ ആണ് തന്നിട്ടുള്ളത്. ഒന്ന്, ട്രെയിനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് ചെയ്താൽ ലെങ്ത് ഓഫ് ട്രെയിനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ട്രെയിൻ ലെങ്ത് തന്നിട്ടുണ്ട്. എന്താണ് 342 meter ആണ് തന്നിട്ടുള്ളത്. ദെൻ ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. എന്താണ് 54 km/h എന്ന് തന്നിട്ടുണ്ട്. ദെൻ ബ്രിഡ്ജിന്റെ ലെങ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്.
438 മീറ്റർ എന്ന് തന്നിട്ട് നമുക്ക് കാണേണ്ടത് ടൈം ആണ്. അപ്പൊ ടൈം കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പോൾ നമ്മൾ അടുത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് ട്രെയിനിന്റെ കേസിൽ നമ്മൾ കിലോമീറ്ററിനെ ചേഞ്ച് ചെയ്യണം. ആദ്യം തന്നെ അത് ചേഞ്ച് ചെയ്യുക. സ്പീഡ് നമുക്കൊന്ന് മാറ്റി വെക്കാം. 54 ഇൻറ്റു 5/18 ആണ്. 18 ഇൻറ്റു 3 ആണ് എന്താണ് 54 എന്ന് പറയുന്നത്. അപ്പൊ 3 എന്ന് കിട്ടും. നമുക്ക് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് കിട്ടുന്നത്. ദെൻ നമുക്ക് ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതായത് ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് ബ്രിഡ്ജിന്റെ ലെങ്ത് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ 342 പ്ലസ് 438 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോ 780 ആണ്. നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ പ്ലാറ്റ്ഫോമിന് വന്നിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് പ്ലസ് ട്രെയിനിന്റെ ഇതായിരിക്കും. അപ്പൊ ഇതില് ബ്രിഡ്ജ് ആണ്. അപ്പൊ ബ്രിഡ്ജിന്റെ ലെങ്ത് പ്ലസ് ട്രെയിനിന്റെ ലെങ്ത് ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈം ആണല്ലേ, നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ടൈം വരുമ്പോൾ ഡിസ്റ്റൻസ് എന്താ 780 ആണ്. നമുക്ക് തന്നിട്ടുള്ള സ്പീഡ് എന്താണ് 15 ആണ്. ഇത് നമ്മൾ ഇതാക്കുന്ന സമയത്ത് നമുക്ക് 5 കൊണ്ട് ഒന്ന് ഇതാക്കും, കുറച്ച് ഈസിയിലാക്കും. ഇവിടെ 3 കിട്ടും, ഇവിടെ ഒരു 1 കിട്ടും, ആൻഡ് 80 3 കിട്ടും, ആൻഡ് ഓൾസോ 30 6 കിട്ടും. ഇല്ല 80 6 കിട്ടും. ഇവിടെ 5 അല്ല 3 അല്ല 5 അല്ല, അവിടെ 6 30 6 കിട്ടും. ദെൻ നമുക്ക് ഇതിൽ നോക്കുവാണെങ്കിൽ പോലും 5 കിട്ടും, ഇത് 6 2 കിട്ടും. 52 ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും ഇതിൽ ചെയ്തത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കുക. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിപ്ലൈ തരും കേട്ടോ. താങ്ക് യു സോ മച്ച്.